ഹായ് മക്കളെ, അൻമോസ് സാറാണ്. എടാ, നമ്മുടെ ആ സെറ്റ് ബി നമ്മുടെ ആ രണ്ടാമത്തെ സെറ്റ് നമ്മളിവിടെ പറയാണ്. അതായത് നമ്മുടെ SCERT ഇറക്കിയിട്ടുള്ള 3 സെറ്റുകളിൽ രണ്ടാമത്തെ സെറ്റ് ബി. ഓക്കെ, സെറ്റ് ബി എന്താണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കോളെ. ഇത് നമ്മൾ 3 എണ്ണവും അനലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനാവും, അതിനെ മാർക്ക് സ്കോർ ചെയ്യാനാവും. ഇവിടെ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 10, 16, 22 എന്ന സമാന്തര ശ്രേണിയിലെ 2 പദങ്ങളുടെ വ്യത്യാസമാവുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? Which of the number below can be the difference of 2 terms of the arithmetic sequence 10, 16, 22? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നോക്കിക്കോ, 40, 51, 48, 28 ഉണ്ട്. ഇതിനെ ഡിഫറൻസ് നോക്കുക, അത് 6ആണ്. 6ന്റെ മൾട്ടിപ്പിൾ ഇതിൻ്റെ അകത്ത് ഏതാണ് നോക്ക് 48. അപ്പോൾ ആൻസർ 48. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ ദ പിക്ചർ ദ റെക്ടാങ്കിൾ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ദ സൈഡ്സ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ചിത്രം. ഇത് ഈ ഭാഗം താഴോട്ടും ഈ ഭാഗം ഇങ്ങോട്ടും മടക്കി കഴിഞ്ഞാൽ അതേ സ്ക്വയർ ആയിട്ട്. അപ്പോൾ ആൻസർ വരികടാ 1/2. രണ്ടാമത്തെ ആൻസർ 1/2 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ ആൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 4n - 3 ആണെങ്കിൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? 4 - 3 1 ആയിരിക്കും. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രയാങ്കിൾസ് ക്യാൻ ബി എ ലാറ്ററൽ ഫേസ് ഓഫ് സ്ക്വയർ മിറർ? 35, 35, 40, 40, 45, 45, 50, 50. സോ ആൻസർ വരിക 50, 50 ആയിരിക്കും. ഓക്കെ, 50, 50, 100 വന്നു കഴിഞ്ഞാൽ ഇവിടെ 80 കിട്ടും. അങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, സർക്കിളായിട്ട് ഫോം ചെയ്യില്ല, നമുക്ക് 360 താഴെ വരണം. ഓക്കെ, അടുത്ത: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ x² - 4s ഇന്റർസെക്ട് ദ x ആക്സിസ്? ഒന്ന് 0, 0 ആയിരിക്കും, മറ്റൊന്ന് 4 ആണ് വരിക, 40, 40. സോ ആൻസർ എ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതേപോലെ ഏഴാമത്തതിൻ്റെ സിയും എട്ടാമത്തതിൻ്റെ സി ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക മക്കൾ, കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ആൻസർ ഏതാണ് എന്ന് നോക്കുക. ഓക്കെ, ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 വേർഡ് ആണ്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ, ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ എ സിംഗിൾ ടേം ബി ആൻ ഓഡ് നമ്പർ? വൈ? ഒരിക്കലും വരില്ല. കാരണം എന്താണെന്നറിയോ? ഒന്നുകിൽ, അതായത് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്, ദ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ആൻഡ് ദ സം ഓഫ് 2 ഈവൺ നമ്പേഴ്സ് ഈസ് ആൻ ഈവൺ നമ്പർ. 2 ഓഡ് നമ്പർ കൂട്ടിയാലും 2 ഈവൺ നമ്പർ കൂട്ടിയാലും എന്ത് തന്നെയാണ് കിട്ടുക? ഈവൺ ആയിട്ട് തന്നെയാണ് കിട്ടുക. സം ഓഫ് ആൻ ഓഡ് നമ്പർ ആൻഡ് ഈവൺ നമ്പർ ആണ് ഓഡായിട്ട് വരിക. Therefore, in an arithmetic sequence with an even common difference, if one term is an odd number, then all the terms will be odd numbers. അപ്പോൾ ഒരു ഈവൺ നമ്പറിൻ്റെ കേസ് വരുമ്പോൾ, അതായത് ഈവൺ കോമൺ ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ അതിലൊരു ടേം ഓഡാണെങ്കിൽ എല്ലാം എന്തായിരിക്കും? ഓഡായിരിക്കും. If the common difference is an odd number, the next term of this number is an even number and the next term is an odd number. Therefore, in an arithmetic sequence where all terms are natural numbers, only one term cannot be an odd number. അങ്ങനെ odd number ആയിട്ട് എന്ത് ചെയ്യില്ല? വരൂല എന്നാണ് നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയേണ്ടത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The 5th term of an arithmetic sequence is 10 and 11th term is 30. What is the 23rd term of the sequence? 23ാമത്തെ ടേം കാണാൻ നോക്കുമ്പോൾ 11നോട് 12 ടേം കൂട്ടിയതാ. ഓക്കെ, 6 കൂടുമ്പോൾ 20 ആണെങ്കിൽ 12 കൂടുമ്പോൾ 40 കൂടണം. സോ 12 + 40 അല്ലേ? അപ്പോൾ 40 കൂടുക എന്ന് പറയുമ്പോൾ എന്തായി? 40ഉം അവിടെ 30ആണ്. 30 + 40 എത്ര വരും? 70 ആണ് ആൻസർ വരിക. ഇനി 27 ടേംസിൻ്റെ ഇതെന്ന് പറയുമ്പോൾ 5ാമത്തതും 23ഉം കൂടി കൂട്ടുക. 5ഉം 23ഉം കൂടി കൂട്ടി എത്ര കിട്ടിയടാ? 5ാമത്തത് 10ഉം 23ാമത്തത് നമുക്ക് 40ഉം കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 40, 27 അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? 10 + 70 80. 80/2 എന്ന് പറയുമ്പോൾ 40. 40 × 20 1080 ആൻസർ ആയിട്ട് വരും. ഓക്കെ, 40ഉം 10ഉം അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? 40ഉം 70 അല്ലേ? 70 23 70 ആണ്. അപ്പോൾ 70 + 10 80 × 27/2. 27/2 എന്ന് പറയുമ്പോൾ 2നെ കൊണ്ട് 80നെ കട്ട് ചെയ്താൽ 40 കിട്ടി. 40 × എത്ര? 70, 1050 ആൻസർ. ഇനി എൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താ? 7th ടേം ആൻഡ് 15th ടേം ഓഫ് 1050 സമ്മ് 50 ആണ്. അപ്പോൾ 11th ടേം എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും, 25 ആയിരിക്കും. ഓക്കെ, ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3, വാട്ട് ഈസ് ദ 13th ടേം? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ്? എങ്ങനെയാണ് പറയുന്നത്? ഓക്കെ, 13th ടേം എന്ന് പറയുമ്പോൾ 25 + 2 × 3 31 കിട്ടി. പകുതിയാക്കുന്നത് നമ്മൾ അല്ലേ? 3 ആക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 25 ടേമിൻ്റെ എന്ന് പറഞ്ഞാൽ 31 × 25 എന്ന് വരും. ആൻസർ എത്രയാണടാ പറയുന്നത്? 775 എന്ന് കിട്ടും. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒരാളോട് 3ന്റെ ഗുണിതമായ ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു. ഓക്കെ, എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഈ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എത്രയാണ്?
3ൻ്റെ ഗുണിതമായ ഒരു രണ്ടക്ക സംഖ്യ. 3ൻ്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12ലാണ്. 12 മുതൽ 99 വരെയാണ് അല്ലേ നമ്പേഴ്സ് ഉള്ളത്. അത് ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഇസ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. ആദ്യത്തെ ക്വസ്റ്റൻ എന്താ? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇസ് എൻ ഓഡ് നമ്പർ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി വരും. 30 എണ്ണത്തിൻ്റെ ആകുമ്പോൾ 15 എണ്ണം വരും. ഇപ്പോൾ 15/30 1/2 ആൻസർ. 6ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോൾ നേരെ എന്തായി? 6ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ദ പ്രോബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6 ഈസ് ഈക്വൽ ടു അതും എന്തായിരിക്കും? നേരെ പകുതി ആയിരിക്കും. 1/2 വരിക. ഓക്കെ. 9 ആകുമ്പോൾ 3/1 10 വരിക. അപ്പോൾ 10/30 എന്ന് പറയുമ്പോൾ 1/3. ഓക്കെ. 11 ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ. അപ്പോൾ 9 സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി 2 പെട്ടികളിൽ ഓരോന്നിലും 1 മുതൽ 10 വരെയുള്ള എണ്ണസംഖ്യയിൽ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങൾ വീതമുണ്ട്. ഇതിൽ നിന്ന് ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതം എടുത്താൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ. അവയുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? 1 മുതൽ 10 വരെ 4 അഭാജ്യ സംഖ്യ. സോ 4/10 അല്ലേ? 4/10 എന്ന് കിട്ടും. 4/10. ഇതിൻ്റെ അത് ആൻസർ കൃത്യമായിട്ടില്ല. 4/10. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ ഈസ് പവർ ഓഫ് 2. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ ഈസ് എ പവർ ഓഫ് 2. പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? 1, 10. 1, 10. 2 പെട്ടികളിൽ ഓരോന്നിലും 1 മുതൽ 10 വരെ. അപ്പോൾ 1, 10. അപ്പോൾ അങ്ങനെ വരും 11. അപ്പോൾ 2ൻ്റെ പവർ എന്ന് പറയുമ്പോൾ 2, 4, 8 കിട്ടണം. 1 മുതൽ 10 2, 4, 8 കിട്ടും. 2, 4, 8 കിട്ടാൻ 1, 1 വരാം. വേറെ ഏതെങ്കിലും വരുമോ? ഇല്ല. 1, 1 വരാം. പിന്നെ 1, 3 വരാം. 3, 1 വരാം. 8 കിട്ടാൻ 1, 7 വരാം. 7, 1 വരാം. 2, 6 വരാം. സമ്മല്ലല്ലോ, പ്രൊഡക്റ്റ് അല്ലേ. അവയുടെ ഗുണനഫലമാണ്. മക്കളെ, ഗുണനഫലമാണെങ്കിൽ അതിൻ്റെ ആൻസർ വരിക എന്താ? ഗുണനഫലമാണെങ്കിൽ 2 ആണെങ്കിൽ 2, 1, 1, 2 വരും. 4 ആണെങ്കിൽ 4, 1, 1, 4. പിന്നെ വരുന്ന 2, 2. 8 ആണെങ്കിൽ 1, 8. അതേപോലെ തന്നെ 8, 1. പിന്നെ വരിക 2, 4, 4, 2. വേറെ വരുമോ? ഇല്ല. അപ്പം 4, 2, 6, 2, 8, 9 എണ്ണം വരിക. 9/10 വരും. ഓക്കെ. അപ്പോൾ ടോട്ടൽ പേഴ്സ് വരുന്നതിൽ ഇവിടെ 2 പെട്ടികളുണ്ട്. ഓരോന്നിലും 1 മുതൽ 10 വരെ സംഖ്യ എഴുതിയ 10 കടലാസ് കഷ്ണങ്ങളുണ്ട്. ഇതിൽ നിന്നും ഓരോ കടലാസ് കഷ്ണം വീതം എടുത്താൽ അവയുടെ ഗുണനഫലം അഭാജ്യ സംഖ്യ എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ക്വസ്റ്റിനകത്ത് ഗുണനഫലമാണ് അഭാജ്യ സംഖ്യ. ഗുണനഫലം അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 2, 1. പിന്നെ 1, 3, 3, 1. 1, 5, 5, 1. 1, 7, 7, 1 മാത്രമേ വരൂ. എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. 8/10 × 10 100 എണ്ണം വരും. 8/100. മറ്റേത് വരിക 4, 4, 8, 9 9/100. ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഇനി അടുത്ത് എന്താ? ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി വേജ് ഓഫ്, അല്ലേ? അതല്ലേ ക്വസ്റ്റ്യൻ. 100 പേരുണ്ടാവും. 8/100. മറ്റേത് എത്ര എണ്ണം വരുന്നത്? 15 എണ്ണം വരുന്നുണ്ട് അല്ലേ? 8 വരുമോ? സോറി മൾട്ടിപ്പിൾ വരുമ്പോൾ ഇവിടെ 8 എണ്ണം വരും കേട്ടോ. 15 എണ്ണം വരും. 64/100 വരും കേട്ടോ. 8, 64 ഒക്കെ വരൂലേ? ഹൈ വരും. പ്ലസ് ആണ് നമ്മൾ നോക്കിയത്. മൾട്ടിപ്പിൾ ആണേ നോക്കണം. 32 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇവിടെ വരുന്ന ആൻസർ എന്താണ്? 15/100 ആണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി വേജസ് ഓഫ് 75 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. 75 വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ വരുന്ന നോക്കിയോ ഡെയിലി വേജ് ലെസ് ദാൻ 60, 10, 32, 52, 67, 75. 75 ആണെങ്കിൽ 75 1 പ്ലസ് 76. 76ൻ്റെ പകുതി 38ാമത്തതാണ് മീഡിയൻ. ഓക്കെ. മീഡിയം ക്ലാസ് 700 to 800 വരുമ്പോൾ 100/2 5 വരും. 5 വരും. അപ്പോൾ 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.5 വരും. സോ ഫസ്റ്റ് ആൻസർ വരിക 700.25. ആരുടെ എത്രാമത്തെ ആളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33ാമത്തെ ആളുടെ. അപ്പോൾ 38ാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ 700.25 പ്ലസ് 33 അല്ലേ പറഞ്ഞത്? 5 × D എന്ന് പറയുന്നത് നമുക്ക് 5 25. അപ്പോൾ 725.25. ഇതാണ് ആൻസർ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇനി ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 1, -2 and 6, 3 intersect the x-axis at P. Calculate the coordinates of P. ഓക്കെ. 1, 2 എന്നീ ബിന്ദുക്കൾ യോജിക്കുന്നവരെ എക്സ് അക്ഷത്തെ പി എന്ന ബിന്ദുവിൽ മുറിച്ചു കടക്കുന്നു. പിയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക. പിയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കും. മക്കൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. y കോർഡിനേറ്റ് എന്താണെടാ? 0 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സ് കോർഡിനേറ്റ് വരിക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നോക്കുക നോക്കിക്കോളെ. 2 പോയിന്റുകൾ, ഒന്ന് -2ഉം മറ്റൊന്ന് 6, 3 ആണ്. 6, 3.
ഓക്കെ, -2 എന്നുള്ളത് 0 ആയി, y 0 ആവുന്നു. അപ്പോൾ -2 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനോട് എത്ര കൂടി? കോർഡിനേറ്റ്സ് ഓഫ് പി എന്തായിരിക്കും? അപ്പോൾ -2 0 ആവുക എന്ന് പറഞ്ഞാൽ 2 കുറഞ്ഞ് എന്നിട്ട് മൂന്നാമത്തെ വരുന്നത്. അപ്പോൾ 1 2 കഴിഞ്ഞ് 3 വരുന്നത്. അപ്പോൾ 3 കൂടി, അപ്പോൾ 1 കഴിഞ്ഞാൽ വരിക 3 ആയിരിക്കും. അപ്പോൾ ആൻസർ വരിക 3 0 എന്ന് കിട്ടും. എക്സിൻ്റെ കോർഡിനേറ്റ് എന്താ? 3 0. പോയിന്റ് വരിക 3 0 അല്ലേ? 3 0 അല്ലേ? 3 0 ആണ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 3 0 എന്ന് കിട്ടും. ഇനി ഡ്രോ കോർഡിനേറ്റ് ആക്സസ് ആൻഡ് മാർക്ക് ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് 1 2 2 4 5 2. ഓക്കെ, കോർഡിനേറ്റ്സ് ആക്സസ് വരയ്ക്കുക. അങ്ങനെ കോർഡിനേറ്റ് ആക്സസ് വരയ്ക്കുക. എന്നിട്ട് ഏത് പോയിൻ്റാണ് വരയ്ക്കാൻ പറഞ്ഞത്? 1 2 1 2 2 4 1 2 2 4. പിന്നെ ഏതാ? 1 2 2 4 5 2 2 4 5 2 4 5 2 1 2 ഇങ്ങനെ വരും. ട്രയാങ്കിൾ വരും. എന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഡ്രോ എ പാരലോഗ്രാം ടേക്കിംഗ് ദീസ് ആസ് 3 വെർട്ടീസസ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ 4th വെർട്ടെക്സ്? സിമ്പിളാണ്. അപ്പോൾ ഏതൊക്കെ പോയിൻ്റാണ് പറഞ്ഞത്? 1 2 2 4, ഇവിടെ വരുന്ന 5 2 വെച്ചിട്ട് നമ്മളൊരു കോർഡിനേറ്റ് വരച്ചാൽ ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 5 2 7 7 1 പോയാൽ 6, 4 2 6 2 പോയാൽ 4, 6 4 കിട്ടും അല്ലേ? 6 4 കിട്ടും, 6 4 കിട്ടും. 4th വെർട്ടെക്സ് 6 4 കിട്ടും. എനി വൺ ഓഫ് 6 4 ചെയ്താൽ മതി. ഓക്കെ, ഇനി 15A. ഇൻ ദ പിക്ചർ എ ലൈൻ ഇന്റർസെക്ട് ദ ആക്സസ് എ ആൻഡ് ബി വിത്ത് OA = 5. OA 5, താഴെ 5ഉം ഇവിടെ എത്രയാണ് വരുന്നത്? OB 3ഉമാണ്. അപ്പോൾ ഇത് 4 ആയിരിക്കും പൈതഗോറസ് തിയറം വെച്ചിട്ട്. ഓക്കെ, വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി? എ എന്ന് പറയുന്നത് 5 0ഉം ബി എന്ന് പറയുന്നത് 0 3ഉം വരും. കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ. സ്ലോപ്പ് കാണണം. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ -3/5 എന്നാണ് വരിക സ്ലോപ്പ്. ഇക്വേഷൻ എന്താ വരിക? ഇക്വേഷൻ വരിക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കടാ, 14 15ൻ്റെ ഇക്വേഷൻ ഇവിടെ ഇല്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ ഏതാ? സ്ലോപ്പ് 5 0 -3/5. y - 3 = 3/5 ഇൻറ്റു y - 3 ഇൻറ്റു -3/5 ഇൻറ്റു x - 0 എന്ന് വരും. അത് നമ്മൾ ചെയ്യുമ്പോൾ 5y - 15 = -3x എന്ന് കിട്ടും. ഇറ്റ് ഈസ് 5y + 3x - 15 = 0. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ, കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സർക്കം സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൻ്റെ മിഡ് പോയിൻ്റ്, ഇതിൻ്റെ മിഡ് പോയിൻ്റാണ് വരും. അപ്പോൾ 2.5ഉം 1.5 വരും. 2.5ഉം 1.5, അതായത് 5/2ഉം 3/2. ഇനി 15B ൻ്റെ ആൻസർ എന്താ? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആണ് ചോദിക്കുന്നത്. കൺസിഡർ ദ ഡ്രോൺ ദ ലൈൻ ഡയമീറ്റർ, കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ -1 2 സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ AB, സെൻറ്റർ AB = 7 + -1/2ഉം 8 + 2/2, 6/2 3ഉം 5, 3 5 കിട്ടും അല്ലേ? 3 5 അല്ലേ കിട്ടിയത്? 3 5. റേഡിയസ് വരിക 5 ആണ്. വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക. x - 3 2 + y - 5 2 = 5². x - 3 2 + y - 5 2 = 5² എന്ന് കിട്ടും. ഓക്കെ, 0 1 പോയിൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. 0 കൊടുത്തു കഴിഞ്ഞാൽ -3² + 1 - -4 കിട്ടും. ഓക്കെ, പോയിന്റ് ഓൺ ദ സർക്കിൾ. അത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 16 എന്താ? കാൽക്കുലേറ്റ് 1 + 2 + 3 + etc. + 20. അപ്പോൾ 210 ആൻസർ കിട്ടും. ഓക്കെ, 16A 210. ഇനി 3 ആകുമ്പോൾ × 3 ചെയ്താൽ മതി, 630. കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് 3n + 2. 3n + 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 3n + 2 ആണെങ്കിൽ അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണാൻ 3ഉം 3n + 2 അല്ലേ? ഡി എന്ന് പറയുന്നത് 3ഉം എഫ് എന്ന് പറയുന്നത് എന്താവും? 3 + 2 5ഉം കിട്ടും. അപ്പോൾ അതിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ വരിക എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ചോദ്യം? 20 ടേംസ് 16A 630 × 20 670 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ആൻസർ സി. ഓക്കെ, 670 കിട്ടി. 670. ഇനി അടുത്ത എന്താ ചോദ്യം? ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an arithmetic sequence 3n² + n. ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 + 1 4 ആയിരിക്കും.
രണ്ട് ടേമിൻ്റെ സം എന്ന് പറയുമ്പോൾ 4 12 12 2 14 അല്ലേ? 4 14 അല്ലേ വരുന്നത്? യെസ്, 4 14. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഫസ്റ്റ് ടേം 4 ആണെങ്കിൽ അടുത്ത ടേം 14 10 10 4 10 എന്ന ഫോമാണ് വരിക. അപ്പോൾ കോമൺ ഡിഫറൻസ് വരിക 6. അപ്പോൾ Rn-2 എന്ന് വരും. Rn-2. ഓക്കെ. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 80 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 396 സ്ക്വയർ സെൻറ്റിമീറ്റർ. റൈറ്റ് ദ ഫാക്ട് ആസ് സെക്കൻഡ് ഇക്വേഷൻ. ആ സിമ്പിളാണ് കേട്ടോ. ഇതെന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എത്രയാണ് തന്നെ? 80 പെരിമീറ്റർ. 2 × L + B = 80 തന്നാൽ നമ്മൾ L + B എന്തെടുക്കുക? 40 എടുക്കുക. അങ്ങനെയാണ് L = 20 + x ഉം B = 20 - x ഉം. അപ്പോൾ 20 + x × 20 - x = 396. ദാറ്റ് ഈസ് 400 - x². 396 ആണെങ്കിൽ x² 4, x = 2. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് 22, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 18. 22ഉം 18ഉം കിട്ടി. 17ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 7 11 15 എക്സെട്ര. അപ്പോൾ 7ഉം 4ഉം ആണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 4n + 3 4n + 3 എന്ന് വരും. 4n + 3 അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 18b. പ്രൂവ് ദാറ്റ് നോ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് എ ടേം ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഒറ്റയൊന്നുമില്ല, 4n + 3ൻ്റെ സ്ക്വയർ എടുക്കുക. 4n + 3 ആണ്. 4n + 3 ആണ്. പ്രൂവ് ദാറ്റ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇൻ ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4n + 3ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4n + 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16n² + 24n + 9 എന്നാണ് വരിക. ഓക്കെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ അല്ലല്ലോ, 4n + 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 3 കിട്ടണം. ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടൂല? 3 കിട്ടൂല. സോ 4n + 1 ആണെങ്കിലും 4n + 3 ഹോൾ സ്ക്വയർ മൾട്ടിപ്പിൾ ഓഫ് 4 + 1 ബോത്ത് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4 നോട്ട് എ ടേം ഇൻ ദ സീക്വൻസ്. സോ നോ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ. അതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ പോളിനോമിയൽ x² + x - 56 ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് x² + x - 6 വരുന്നതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 8ഉം 7ഉം ആണ് വരിക എന്നുള്ളത്. കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അകത്ത് അതേ പ്രോബ്ലം വന്നിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഇൻ റേഡിയസ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8 15 17. 8 15 17 ആണ്. 8 15 17 8 15 17 കൂട്ടി എത്ര കിട്ടും? 15ഉം 17 22 8 30 കിട്ടി. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ 15. അപ്പോൾ എ എന്ന് പറയുമ്പോൾ √15 × 15 8 പോയാൽ എത്രയാ? 22 8 30 അല്ലേ? 30ൻ്റെ പകുതി 15. 15 × 7 × 0. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ 8 7 15ഉം? ഐസ് നമ്മളെന്തിനാ എങ്ങനെയൊക്കെ ചെയ്തേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് 8 15. വരേതാണ് ആൻസർ? ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ 8 15 17. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഏരിയ ആയിക്കോട്ടെ ½ × 8 × 15 4 60 കിട്ടും. 60 ഡിവൈഡഡ് ബൈ 15. സോ ആൻസർ വരിക ഇൻ റേഡിയസ് വരിക 15ഉം 8ഉം 15ഉം 17ഉം 22 അല്ല 32 40 അപ്പോൾ 40 ആകുമ്പോൾ 20. സോ ആൻസർ വരിക 3. ഇൻ റേഡിയസ് വരിക 3 ആണ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ എ ബി സി വി ഹാവ് എ ബി = 11 സെൻറ്റിമീറ്റർ. ചിത്രം ഇപ്പറാണുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ. ദ quadrilateral ABCD in the picture is a square and its half joined together. കാൽക്കുലേറ്റ് ആംഗിൾ സി. ആംഗിൾ സി 45 ആയിരിക്കും. ആംഗിൾ ഡി എന്ന് പറയുന്നത് 45 ആയിരിക്കും. ഓക്കെ. ആംഗിൾ ഡി ഇവിടെ വരുന്ന 45 ആണ്. അപ്പോൾ 45ഉം 90ഉം 135 ഡിഗ്രി. ഇത് വരിക 45 ഡിഗ്രി. ഓക്കെ. ഇഫ് ദ സർക്കിൾ ത്രൂ ദ പോയിന്റ് എ ബി സി ഈസ് ഡ്രോൺ, വേർ വുഡ് ബി ദ പൊസിഷൻ ഓഫ് ഡി റിലേറ്റീവ് ടു ദ സർക്കിൾ വൈ? If the circle through the point ABC is drawn, what would be the position of D relative to circle? ഉള്ളിലായിരിക്കൂലേ? D is inside the circle. എന്ത് ചോദ്യം അതൊക്കെ ക്വാഡ്രിലാറ്ററിൻ്റെ അകത്ത്. ഓക്കെ. വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് A relative to the circle through the point BCDY?
വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എ റിലേറ്റീവ് ടു എ എന്തായിരിക്കും? എ എവിടെ വരിക? എ ഈസ് ഔട്ട് സൈഡ് ദ സർക്കിൾ ആയിരിക്കും, കാരണം എന്താ, ഉള്ളിലാണ് ചിത്രം വരുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഇനി എന്താ? ദ പിക്ചർ ഷോസ് ആൻ ഐസോസെലസ് ട്രപ്പീസിയം എ ബി സി ഡി ഈസ് ഇൻ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് O. വാട്ട് ഈസ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ്? ഈക്വൽ ആയിരിക്കും. 4 4 8 വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇനി എന്താ ചോദ്യം? എ ഒ ബി 100 ആണെങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ ആൻഡ് സി. എ ആൻഡ് സി നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? 100 - 150 - 100 80 കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചർ എന്താണ്? എ ബി ആൻഡ് സി ഡി ഓഫ് ദ സർക്കിൾ ഇന്റർസെക്ട് അറ്റ് പി. പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടതെന്നത് എങ്ങനെ വരയ്ക്കുക? ഇങ്ങനെ വരച്ചിട്ട് 2 ട്രയാങ്കിളും എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. സിമിലർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് എങ്ങനെ വരും? എക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ പി സി, അല്ലെങ്കിൽ ഇവിടെ സിക്ക് ഓപ്പോസിറ്റ് പി എ, അവിടെ വരിക പി ഡി. ഇവിടെ ഈക്വൽ ടു പി സി ബൈ പി ബി. ക്രോസ് ചെയ്താൽ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു എന്തെന്ന് വരും? പി ഡി എന്ന് വരും. ഓക്കെ, in a circle of radius 8 cm, a point P is marked 3 cm away from the center. Calculate length of the chord through P which is perpendicular to the diameter through P. എങ്ങനെയാണ് ചെയ്യുക? 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? 23ാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ലെങ്ത് ഓഫ് 2 പാർട്സ് ഓഫ് ഡയമീറ്റർ 8 + 3 11 15. അത് നമ്മൾ വരയ്ക്കണം ശരിക്കും കേട്ടോ. വരച്ച് നോക്കിയാലാണ് അതിൻ്റെ ആൻസർ കിട്ടും മക്കളെ കേട്ടോ. നിങ്ങൾ അതിൻ്റെ ആൻസർ കീയും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളോട് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ കണക്ട് ചെയ്തേ പഠിക്കണം, കാരണം നമുക്കിത് അധികം ലെങ്തി ആയിട്ട് നമുക്കിത് പറയാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഓക്കെ, 24ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ 1.6 meters tall standing at the edge of a river bank sees the top of a tree at the edge of the other bank at an elevation of 70 degree. Stepping 20 meters back he sees at an angle of relation 35 degree. അതിൻ്റെ ചിത്രം വരെ എങ്ങനെയാണ്? ഇങ്ങനെയാണ് ചിത്രം വരിക. ഇവിടെ 75, ഇവിടെ 30, ഇവിടെ 70, ഇവിടെ 35. ഇതാണ് 20 മീറ്റർ. അപ്പോൾ ഇതും പകുതി ആയതുകൊണ്ട് ഇവിടെ വരിക 70 ആണ്, 110, ഇതും 35. അപ്പോൾ ഇവിടെ 20. എച്ച് ആണ് ചോദിച്ചത്. കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ റിവർ. എച്ച് കാണാൻ നിങ്ങൾ sin 70 കാണുക. sin 70 എന്ന് പറഞ്ഞാൽ h/20 ആയിരിക്കും. h = 20 ഇൻറ്റു sin 70 എന്ന് പറഞ്ഞാൽ 0.94. 4 2 8 2 18 18.8 എന്ന് കിട്ടും. h 18.8 കിട്ടും. മറ്റേതോ 24 18.8 അതിൻ്റെ കൂടെ 1.6 കൂട്ടണം. 18.8 + 1.6 6 14 9 10 20.4 ആണ് ആളുടെ വിഡ്ത്ത് ഓഫ് ദ റിവർ. വരുമ്പോൾ കോസ് എടുക്കുക. കോസ് വരുമ്പോൾ x × 20 × cos 70 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 20 × 0.34. ആൻസർ വരിക 6.84. ഇനി 24 കഴിഞ്ഞു. 25ാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടോ? ഇല്ല. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പറാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ്. ദ പിക്ചർ ഷോസ്. അതിൻ്റെ മുന്നേ ബി ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. വൃത്തത്തിൻ്റെ വ്യാസം എത്ര? വ്യാസം കാണാൻ 2r = a/sin a. ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എ എന്ന് പറയുന്നത് അവിടെ വരുന്ന സൈഡ് എത്രയാണ്? ബി ക്വസ്റ്റ്യൻ്റെ അകത്ത് സൈഡ് വരുന്നത് 6 ആണ് അല്ലേ? അപ്പോൾ 6/sin എത്രയാണ് വരുന്നത്? 50 55. ആൻസർ എത്രയാണടാ വരുന്നത്? sin 75 അല്ലേ? അപ്പോൾ sin 75 ഇത് ചെയ്താൽ 2r കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റ് ദ വോളിയംസ് ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ് കോൺ ആൻഡ് സ്ഫിയർ വിച്ച് ക്യാൻ ബി പാക്ഡ് ഇൻ ടു എ ക്യൂബിക്കൽ ഫോം ബോക്സ് ഓഫ് സൈഡ് 12 cm. ഓക്കെ, സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree. ഇതിൻ്റെ ആൻസർ എവിടെ? 25a. 25a height of the square pyramid and cone are 12 cm each. Base edge of square pyramid diameter of cone and sphere is 12 cm each. Volume of square pyramid 576 ആണ്. ഇനി വോളിയം ഓഫ് കോണ് എന്ന് പറയുന്നത് 144 π ആണ്. വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 288 π ആണ്. 25ാമത്തെ ബി ക്വസ്റ്റിൻ്റെ അകത്ത് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 120 ഡിഗ്രി, ഇസ് കട്ട് ഓഫ് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 6 വരുന്നത് 18 സെൻറ്റിമീറ്റർ. ബെൻഡ് ഇൻ ടു എ കോൺ ക്യാപിറ്റൽ ആർ ആയി കേട്ടോ. കാൽക്കുലേറ്റ് ദ റേഡിയസ്, സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ദ ഏരിയ ഓഫ് കർവ്ഡ് സർഫസ്. അപ്പോൾ എൽ എന്ന് പറയുന്നതും 18 തന്നെ. 6 എന്ന് പറയുമ്പോൾ x/120/360 ഇൻറ്റു 18 എന്ന് വരും. ഇതും കട്ട് ചെയ്ത് 18 360 കൊണ്ട് കട്ട് ചെയ്ത് 36 കൊണ്ട് കട്ട് 2 ഇവിടെ വരുന്ന 6
6 വരും അല്ലേ, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു 6 വരും. ഇനി അടുത്ത എന്താ ചോദ്യം, കർവ്ഡ് സർഫസ് ഏരിയ CSA കാണാൻ എന്താ ചെയ്യേണ്ടത്, CSA ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു 6 ഇൻറ്റു L 18 ഇൻറ്റു 6 എത്രയാണ്, 5 6 90, 96 108 വരുന്നത് 108 പൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റ് ഫോർ എ കോൺ മെയ്ഡ് ബൈ ഹെഡിങ് എ സെൻറ്റർ ഓഫ് 120 കട്ട് ഓഫ് ഫ്രം എനി സർക്കിൾ ദ ഏരിയ ഓഫ് ദ കർവ് സർഫസ് 3 times ദ ഏരിയ. അപ്പോൾ എങ്ങനെ വരിക, 120/360 ഈസ് ഈക്വൽ ടു R/L. അപ്പോൾ 120/300 1/3 ഈസ് ഈക്വൽ ടു R/L. അപ്പോൾ L ഈസ് ഈക്വൽ ടു 3R എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, L ഈസ് ഈക്വൽ ടു 3R. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 cm ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 55 ഡിഗ്രി ആൻഡ് 65 ഡിഗ്രി. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, 55 ഡിഗ്രി 65 ഡിഗ്രി സർക്കിൾ വരയ്ക്കുക. 55 ആണെങ്കിൽ നമ്മൾ 110ഉം 65 ആണെങ്കിൽ 130ഉം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് 110 ഇവിടെ വരയ്ക്കുക, 130 വരയ്ക്കുക, 110 130 എന്നിട്ട് ഇത് ജോയിൻ ചെയ്യുക, നമ്മൾ ട്രയാങ്കിൾ. ഇതാണ് 26ാമത്തെ ക്വസ്റ്റ്യൻ. 27 എന്താ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് ഇൻ സർക്കിൾ 7 8 9 ആർക്ക് വരച്ചിട്ട് എന്ത് വരയ്ക്കുക, 8ഉം 7ഉം വരയ്ക്കുക. ഇത് 9ആണ്. ഇതിൻ്റെ എന്ത് വരയ്ക്കുക, ഇത് വരയ്ക്കുക, ഇതിൻ്റെ വരയ്ക്കുക. ഇതിങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എന്ത് വരച്ചാൽ മതി, സർക്കിൾ വരച്ചാൽ മതി. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ചിത്രം കൃത്യമായിട്ട് പഠിച്ചോളൂ, എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഇതാണ് നമ്മുടെ സെറ്റ് ബി. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഓരോ സെറ്റും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത സെറ്റ് നിങ്ങൾ കണ്ടായിട്ട് വിടും. ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ കൃത്യം 7:30 നമ്മുടെ ലൈവ് ഉണ്ടാവും. ലൈവിൽ കൃത്യമായിട്ട് വന്ന് ജോയിൻ ചെയ്തോളൂ, അടിപൊളിയാക്കാം നമുക്ക്.